MG യൂണിവേഴ്സിറ്റിയുടെ BCom ബിസിനസ് മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. പാർട്ട് 4 ആണ് വീഡിയോ. ഇതിൽ സെൻട്രലൈസേഷനെ കുറിച്ചല്ല, സെൻട്രലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പോയിൻറ്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസേഷൻ ഇൻക്ലൂഡ് അധികാരം, എല്ലാ അധികാരങ്ങളും മേലധികാരി തൻ്റെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം. പക്ഷേ അങ്ങനെ അമിതമായാൽ ചില സ്ഥാപനങ്ങളിലൊക്കെ സെൻട്രലൈസേഷൻ നടക്കും, പോസിബിളാണ്. പക്ഷേ സ്ഥാപനം വലുതാവും തോറും സെൻട്രലൈസേഷൻ പറ്റില്ല. കുറേ അധികാരങ്ങൾ കീഴ് ജീവനക്കാർക്ക് കൈമാറി കൊടുക്കണം, അല്ലെങ്കിൽ പങ്കിട്ട് നൽകണം. അതായത് ഡെലിഗേഷൻ നടപ്പിലാക്കണം. അപ്പോൾ അധികാരങ്ങൾ കൈമാറി കൊടുക്കുന്നതിനെ പറയുന്നത് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണല്ലോ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും മേലധികാരി അറിഞ്ഞിട്ട് അയാളുടെ സ്ട്രിക്റ്റ് സൂപ്പർവിഷനും കൺട്രോളും കഴിഞ്ഞിട്ട് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അയാൾ തീരുമാനം എടുക്കുന്നതൊക്കെ വൈകി പോകും. സോ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ലീഡ് ടു ഡിലേയ്സ് ആൻഡ് ഇൻഎഫിഷ്യൻസി. ഡിലേ ഉണ്ടാകും, അത് ഇൻഎഫിഷ്യൻസിക്ക് കാരണമാകും എന്നതാണ് ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തത് ലാക്ക് ഓഫ് ഓട്ടോണമിയാണ്. അതായത് സ്വയംഭരണാവകാശം കീഴ് ജീവനക്കാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത്. എംപ്ലോയീസ് മേ ഫീൽ മൈക്രോ മാനേജ്ഡ് ആൻഡ് ലാക്ക് ദ ഫ്രീഡം ടു മേക്ക് ഡിസിഷൻസ്. എംപ്ലോയീസിന് മൈക്രോ മാനേജ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓരോ സൂക്ഷ്മാംശങ്ങളിൽ പോലും മുകളിൽ നിന്നുള്ള കടന്നുകയറ്റം കയറുന്നു വരുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം അവർക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം. ഒപ്പം തന്നെ ഓവർലോഡ് ഓൺ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിന് എല്ലാ ചെറിയ കാര്യങ്ങളും നോക്കി നടത്തേണ്ടി വരുമ്പോൾ അവരുടെ ജോലിഭാരം കൂടുകയാണ്. അതും സെൻട്രലൈസേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ടോപ്പ് മാനേജ്മെൻറ്റ് മേ ബിക്കം ഓവർലോഡഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് ടോപ്പ് മാനേജ്മെൻറ്റ് ഓവർലോഡഡ് ആകും എന്നുള്ളതാണ് വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത്. മറ്റൊന്ന് ഇൻഫ്ലെക്സിബിലിറ്റിയാണ്. സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻസ് മേ സ്ട്രഗിൾ ടു അഡാപ്റ്റ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇണങ്ങിപ്പോകാനായിട്ട് അവർക്ക് നല്ല സ്ട്രഗിൾ വേണ്ടി വരും എന്നുള്ളതാണ്. അതായത് കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മേലധികാരികളുടെ അയാളുടെ വിഷനും അയാളുടെ കാഴ്ചപ്പാടത്തിനപ്പുറത്തേക്ക് പുതിയ ഫ്രഷ് ബ്ലഡ് കടന്നു വരാത്തതുകൊണ്ട് ഫ്രഷ് ഐഡിയാസിൻ്റെ കടന്നുവരവ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് മാറുന്ന ചേഞ്ചസ് എപ്പോഴും ന്യൂ ബ്ലഡിലുള്ള പുതിയ ആൾക്കാരിലാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും അതുകൊണ്ട് മാറുന്ന സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ആവാനായിട്ട് തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനി വാട്ട് ഈസ് ഫങ്ഷണൽ അതോറിറ്റി? എന്താണ് ഫങ്ഷണൽ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫങ്ഷണൽ അതോറിറ്റി റെഫേഴ്സ് ടു ദ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഗിവൺ ടു എ മാനേജർ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഓവർസീ ആൻഡ് ഡയറക്റ്റ് സ്പെസിഫിക് ഫങ്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനുള്ളിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ, അതായത് സെയിൽസ് എങ്കിൽ സെയിൽസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എങ്കിൽ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ എങ്കിൽ അങ്ങനെ, ആ ഫങ്ഷൻ നോക്കി നടത്താനായിട്ട് ഓവർസീ ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അധികാരം ആണ് ഫങ്ഷണൽ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർമാർക്കാണ് നൽകിയിരിക്കുന്നത്. സെയിൽസിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ സെയിൽസ് മാനേജർക്കാണ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർക്കാണ്. പർച്ചേസിൻ്റെ കാര്യങ്ങൾ മുഴുവനും ഡയറക്റ്റ് ഓവർസീ ചെയ്യാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് പർച്ചേസ് മാനേജർക്കാണ്, പ്രൊഡക്ഷൻ മാനേജർക്കും. അങ്ങനെ ഇതാണ് ഫങ്ഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകൾക്ക് ഉള്ള അധികാരം. ദിസ് ടൈപ്പ് ഓഫ് അതോറിറ്റി ഈസ് ടിപ്പിക്കലി ബേസ്ഡ് ഓൺ എക്സ്പെർട്ടൈസ് ഓർ സ്പെഷ്യലൈസ്ഡ് നോളജ്. പലപ്പോഴും ഇത്തരത്തിലുള്ള അധികാരങ്ങൾ അവരുടെ വൈദഗ്ധ്യത്തിന്, അവരുടെ സ്പെഷ്യലൈസ്ഡ് നോളജിൻ്റെ ബേസിലായിരിക്കും നമ്മൾ നൽകപ്പെടുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസൊക്കെ പറഞ്ഞത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് മാനേജറുടെ, സെയിൽസ് മാനേജറുടെ, അക്കൗണ്ട്സ് മാനേജറുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ആ കാര്യത്തിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അവരതിനെക്കുറിച്ച് ഉള്ള എക്സ്പേർട്സ് ആയിരിക്കാം. അവർ ചെയ്യേണ്ടി വരുന്ന ഫങ്ഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ കൺസേൺഡ് ഫങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ സ്റ്റഡിയും അനാലിസിസും ഒക്കെ നടത്തേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് വേണമെങ്കിൽ അത് വലുതാക്കാവുന്നതാണ്. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്? സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? The importance of staffing includes ensuring the right people for the right job. Ensuring that the right people are appointed for the right job. ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തിയെ തന്നെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അത് സ്റ്റാഫിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ഈ ഒരു സെൻറ്റൻസ് ഓർത്തിരിക്കുക. അതായത് സീയിങ് ദാറ്റ് റൈറ്റ് പേഴ്സൺ ഈസ് അപ്പോയിൻറ്റഡ് ടു പെർഫോം ദ റൈറ്റ് ജോബ്. ശരിയായ ജോലിക്ക് ശരിയായ ആളെ തന്നെ നിയമിച്ചു എന്ന് ഉറപ്പുവരുത്തുക, നോക്കിക്കാണുക, ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്റ്റാഫിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയയാണ്. സ്റ്റാഫിംഗ് ഹെൽപ്സ് ടു മാച്ച് എംപ്ലോയീസ് വിത്ത് ദ സ്കിൽ ആൻഡ് എബിലിറ്റീസ് റിക്വയർഡ് ഫോർ സ്പെസിഫിക് റോൾസ്. സ്റ്റാഫിങ്
വാസ്തവത്തിൽ നമ്മളൊരു വേക്കൻസി അഥവാ ഒരു പൊസിഷനിലേക്ക് ഒരു ആളെ ഇരുത്തുമ്പോൾ, സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ റോള് ചെയ്യാനുള്ള സ്കില്ലും എബിലിറ്റിയും ഉണ്ട് എന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം അപ്പോയിൻമെൻറ്റ് കൊടുക്കാനായിട്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അങ്ങനെ വരുമ്പോൾ പുതിയ സ്റ്റാഫ് കടന്നു വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്, എഫിഷ്യൻസി കൂടുകയാണ്. ഇഫക്റ്റീവ് സ്റ്റാഫിംഗ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. ഇഫക്റ്റീവ് സ്റ്റാഫിംഗ് കൊണ്ട് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും നമുക്ക് കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി റെഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് അബ്സെൻറ്റീസം. അതുപോലെ ടേൺ ഓവർ കുറയ്ക്കാൻ കഴിയുന്നു, ആബ്സെൻറ്റീസം കുറയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഗുഡ് സ്റ്റാഫിംഗ് പ്രാക്ടീസസ് ക്യാൻ ഹെൽപ്പ് ടു റിഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ഗുഡ് സ്റ്റാഫിംഗ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ എംപ്ലോയി ടേൺ ഓവറും അതുപോലെ ആബ്സെൻറ്റീസവും ഒക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്താണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്? തൊഴിലാളികൾ കൂടെ ജോലി വിട്ട് സ്ഥാപനം വിട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. എംപ്ലോയി ടേൺ ഓവർ വരുമ്പോൾ വലിയ സ്ട്രഗിൾ ഉണ്ടാകും. ആ വേക്കൻസികളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഉടൻ ഫില്ല് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ആബ്സെൻറ്റീസം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കൂടെ മുടക്കം വരുന്ന കാര്യങ്ങൾ. അപ്പോഴൊക്കെ തീർച്ചയായിട്ടും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്ട്രഗിളിലാണ് വരുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സ്റ്റാഫിംഗ് മെക്കാനിസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൂടെ മുടങ്ങുന്ന ആൾക്കാരെ അല്ല, നല്ല കാര്യക്ഷമതയും ഊർജ്ജസ്വലതയും എനർജറ്റിക്കും പങ്ക്ച്വലുമായ പേഴ്സൺസിനെ നല്ല രീതിയിൽ കണ്ടെത്തി അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ സാധിക്കും. സ്റ്റാഫിങ്ങിൽ ലോങ് ടൈമിൽ കമ്പനിയോട് കൂടെ ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവരെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളവരെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടേൺ ഓവർ, ലേബർ ടേൺ ഓവർ അഥവാ തൊഴിലാളികൾ ജോലിയിൽ നിന്ന് കൂടെ ഇട്ടേച്ച് പോകുന്ന അവസ്ഥ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ജോലി വിട്ട് പോകുന്ന അവസ്ഥ, അത് ഒഴിവാക്കാൻ സാധിക്കും. അതൊക്കെ നല്ല സ്റ്റാഫിങ്ങിൻ്റെ പ്രത്യേകതയാണ്. എൻഹാൻസിങ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ കഴിയും. എൻഹാൻസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. സ്റ്റാഫിംഗ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യുന്നതിൽ സ്റ്റാഫിങ്ങിന് നിർണായകമായ ഒരു റോളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്? സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യമാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മുടെ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യണോ, ഒബ്ജക്റ്റീവ് നേടണമോ, സ്റ്റാഫിംഗ് എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം? HRM എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് നമുക്ക് നോക്കുന്നത്. മനുഷ്യ വിഭവത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു കൃത്യമായ സംവിധാനമാണ്. എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് ഓട്ടോമേറ്റ്സ് ആൻഡ് സ്ട്രീംലൈൻസ് HR പ്രോസസ്സസ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളിലൊക്കെ അവൈലബിൾ ആണ് എന്നത് മാത്രമല്ല, സച്ചാസ് റിക്രൂട്ട്മെൻറ്റ്, പേറോൾ ഹാൻഡ്ലിങ്. പേറോൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് രജിസ്റ്ററാണ്. റോൾ എന്ന് പറഞ്ഞാൽ രജിസ്റ്ററാണല്ലോ. അപ്പോൾ അവർ ജോലിക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്, പേയ്മെൻറ്റ് രജിസ്റ്ററുകളുണ്ട്. അവരുടെ സാലറി എന്ന് പറയുന്നത് ഒറ്റ ഒരു എമൗണ്ട് ആയിരിക്കില്ല. അത് ബേസിക് പേയ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ HRA, DA, TA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസും ട്രാവലിംഗ് അലവൻസും കൂടാതെ പിന്നെ ഏതാ ഉള്ളത്, മറ്റ് ഇൻസെൻറ്റീവുകൾ, ഇതൊക്കെ ആഡായിട്ടായിരിക്കും ടോട്ടൽ പേയ്മെൻറ്റ് വരുന്നത്. അപ്പം അതൊക്കെ ആഡാവുന്ന ഡിഫറൻറ്റ് കോളംസൊക്കെ ആയിട്ട് പേയ്മെൻറ്റ് രജിസ്റ്റർ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്ന രീതിയിൽ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻസെൻറ്റീവ് ആഡാകുന്ന രീതിയിലൊക്കെ പേയ്മെൻറ്റ് രജിസ്റ്റർ നമുക്ക് പ്രോഗ്രാം ചെയ്ത് റെഡിയാക്കാൻ ഉണ്ടാവും. അതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അവർക്ക് മറ്റ് ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന ക്രമീകരണങ്ങളൊക്കെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. എംപ്ലോയി ഡാറ്റ മാനേജ്മെൻറ്റ്, എംപ്ലോയിയുടെ ഡാറ്റ കൈകാര്യം ചെയ്യുക, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. സോ HRMS ഹെൽപ്സ് ഓർഗനൈസേഷൻസ് ടു മാനേജ് ദെയർ വർക്ക് ഫോഴ്സ് മോർ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അപ്പോൾ എന്തായാലും മനുഷ്യവിഭവ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് വേറെയും മനുഷ്യവിഭവത്തെ നമുക്ക് എങ്ങനെയൊക്കെ അവർക്ക് സാലറി കൊടുക്കലുണ്ട്, സ്റ്റാഫ്സ് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കലുണ്ട്, അവർക്ക് ഡെവലപ്മെൻറ്റൽ കോൺഫറൻസുകൾ അവർക്ക് വേണ്ടി നടത്തലുണ്ട്, അവരെ ലേറ്റസ്റ്റ് ടെക്നോളജികളുമായി പരിചയപ്പെടുത്തലുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യവിഭവത്തെ നമ്മൾ എപ്പോഴും പരിഷ്കരിച്ചു കൊണ്ടേയിരിക്കണം. എന്താണ്, കാലത്തിനൊത്ത് ടെക്നോളജിയുമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അവരുടെ മൊറയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കമ്പനിയോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്
ഒക്കെ കമ്പനിയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ നല്ല ഒരു ലോയാലിറ്റി ഒക്കെ കമ്പനിയോട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിൽ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കമ്പനിയുടെ വിജയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് നമ്മൾ പഠിക്കുന്നതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേഷൻ. ഇങ്ങനെയാണല്ലോ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, 5 ധർമ്മങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ഡയറക്റ്റിംഗ് എന്ന ഫങ്ഷൻ പറയുമ്പോൾ അതിൽ ഡയറക്റ്റിങ്ങിന് 4 എലമെൻറ്റ്സ് ഉള്ളതായിട്ട് പറയുന്നു. അതായത് അവർക്ക് നിർദ്ദേശം കൊടുക്കലും ഗൈഡ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകലുമാണല്ലോ ഡയറക്റ്റിംഗ്. അവിടെ മാനേജർ ഒരു ലീഡർ ആയിരിക്കണം, സൂപ്പർവൈസ് ചെയ്യണം, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ അവർക്ക് പ്രചോദനയും പ്രോത്സാഹനവും നൽകണം എന്ന ഭാഗം പറയുന്നുണ്ട്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ്. അവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്, മോട്ടിവേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ എന്ത് ചെയ്യുന്നു, ആ മനുഷ്യാവശ്യങ്ങളുടെ ആ പ്രയോറിറ്റി അനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആണ്. അതൊന്നും ഓർക്കുന്നത് നല്ല. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പെർഫോമൻസ് ഉയർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇംപ്രൂവിങ് ദ എംപ്ലോയി പെർഫോമൻസ് എന്നതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. മോട്ടിവേഷൻ എയിംസ് ടു ഇൻക്രീസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ലക്ഷ്യമിടുന്നു. 2, ഇൻക്രീസിങ് ജോബ് സാറ്റിസ്ഫാക്ഷനാണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മോട്ടിവേഷൻ ഹെൽപ്സ് ടു എൻഹാൻസ് എംപ്ലോയി ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. 3ാമതായിട്ട് റെഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ടേൺ ഓവറും ആബ്സെൻറ്റീസവും കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മോട്ടിവേഷൻ ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. എംപ്ലോയി ടേൺ ഓവറും ആബ്സെൻറ്റീസവും കുറയ്ക്കാനായിട്ട് മോട്ടിവേഷൻ സഹായകരമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ്, സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് പ്രധാനമാണ്. മോട്ടിവേഷൻ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്യുന്നതിൽ മോട്ടിവേഷൻ ഒരു നിർണായകമായ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ മോട്ടിവേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. എംപ്ലോയിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ. 2, ജോബ് സാറ്റിസ്ഫാക്ഷൻ, തൊഴിൽ മേഖലയിൽ തൊഴിലാളിക്ക് സംതൃപ്തി കൂടുതൽ തോന്നിപ്പിക്കണമെങ്കിൽ അയാൾ മോട്ടിവേറ്റ് ചെയ്യണം. ലേബർ ടേൺ ഓവർ, തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ ഒഴിവാക്കുക. ആബ്സെൻറ്റീസം, കൂടെ മുടങ്ങുന്ന അവസ്ഥ ഒഴിവാക്കുക. ഇതിനെ അവർ മോട്ടിവേറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം. ദെൻ അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി നേടണമെങ്കിൽ, ടൈം ബൗണ്ടഡായിട്ട് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണം, ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. സോ മോട്ടിവേഷൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ MBE, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അതായത് മാനേജർ എല്ലാ കാര്യത്തിനും താഴെത്തട്ടിലേക്ക് ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ സമയം വളരെയധികം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കാര്യങ്ങൾ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഏൽപ്പിച്ചിരിക്കുക, നോക്കിയും കണ്ട് ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്ന് വയ്ക്കുക. അത്ര നിവൃത്തിയില്ലാത്ത കാര്യങ്ങളിൽ മാത്രം ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അതിലിടപെടുക അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് കടന്നില്ല എന്നുള്ള ഏർപ്പാടാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. എക്സെപ്ഷണൽ സാഹചര്യത്തിൽ മാത്രം. MBE ഈസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ദാറ്റ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് ആൻഡ് അഡ്രസ്സിങ് ഡീവിയേഷൻസ് ഫ്രം ദ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. നോർമലി കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ അത് നടന്നോട്ടെ, നോർമലിൽ നിന്ന് മാറി ഒരു ഡീവിയേഷൻ വരുമ്പോൾ മാത്രം അതെന്തേ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. മാനേജേഴ്സ് ഓൺലി ഇൻ്റർവെയിൻ വെൻ ദർ ആർ സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് ഓർ എക്സെപ്ഷൻസ് ഫ്രം ദ നോം. നമ്മുടെ നോംസിൽ നിന്ന്, പതിവ് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് ഗൗരവതരമായ ഡീവിയേഷൻ വരുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, മാനേജർമാർ അതിനകത്ത് ഇടപെടേണ്ട കാര്യമുള്ളൂ. റാദർ ദാൻ കോൺസ്റ്റൻ്റ്ലി മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് എവരി ആസ്പെക്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഓരോ പ്രവർത്തനങ്ങളുടെയും ഓരോ വശവും നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. MBE എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ക്ലിയർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. വളരെ വ്യക്തമായ സ്റ്റാൻഡേർഡും എക്സ്പെക്റ്റേഷനും ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മോണിറ്ററിങ് പെർഫോമൻസ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ഡീവിയേഷൻസ്. പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, ഡീവിയേഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എക്സെപ്ഷണലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചേഞ്ച് സംഭവിക്കുമ്പോൾ അവിടെ ഇടപെടുക എന്നുള്ളത്. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വെൻ ഡീവിയേഷൻസ് ഒക്കർ. എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ അവിടെ പോയിട്ട് തിരുത്തൽ നടപടി സ്വീകരിക്കുക എന്നുള്ളത് MBEയുടെ ഭാഗമാണ്. ലീവിങ് റൂട്ടീൻ ഓപ്പറേഷൻസ് ടു സബോർഡിനേറ്റ്സ്. നിത്യേന കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, സബോർഡിനേറ്റ്സിന് തന്നെ വിട്ടുകൊടുക്കുക.
വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മാനേജ്മെൻറ്റ് ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ കീഴ്ജീവനക്കാർക്ക് വിട്ടുകൊടുക്കുക, ഒരു തരത്തിൽ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, താഴെത്തട്ടിലേക്ക് കുറേ കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. എക്സെപ്ഷണൽ സിറ്റുവേഷനിൽ മാത്രം ടോപ്പ് മാനേജ്മെൻറ്റ് ഇടപെടേണ്ട കാര്യത്തിൽ മാത്രം ഇടപെടുക. അങ്ങനെ വരുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് സമാധാനമുണ്ട്, കുറേ ഫ്രീ ടൈം ലഭ്യമാകും എന്നുള്ളതാണ്. സോ MBE ക്യാൻ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ക്യാൻ ഹെൽപ്പ് മാനേജേഴ്സ് ടു ഫോക്കസ് ഓൺ ഹൈ പ്രയോറിറ്റീസ് ഇഷ്യൂസ്. ഹൈ പ്രയോറിറ്റി ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. റെഡ്യൂസ് മൈക്രോ മാനേജിങ്, ഒരുപാട് സൂക്ഷ്മാംശങ്ങളെ മാനേജ് ചെയ്യുന്ന ഏർപ്പാട് നിർത്താൻ സാധിക്കുന്നു. ഡെവലപ്പ് സബോർഡിനേറ്റ് സ്കിൽസ് ആൻഡ് ഓട്ടോണമി, സബോർഡിനേറ്റിൻ്റെ സ്കിൽസും ഓട്ടോണമിയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ഇതൊക്കെയാണ്. ദർ ആർ 2 types of MBE. MBE പല 2 തരത്തിലുണ്ട്. ആക്റ്റീവ് MBEയും ഉണ്ട്, പാസീവ് MBEയും ഉണ്ട്. എന്താണ് ആക്റ്റീവ് MBE? മാനേജേഴ്സ് ആക്റ്റീവ്ലി മോണിറ്റർ പെർഫോമൻസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ വെൻ ഡീവിയേഷൻസ് ഒക്കർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ സജീവമായി ഇടപെട്ടുകൊണ്ട് അവിടെ തിരുത്തൽ നടപടി സ്വീകരിക്കുന്നത് ടൈപ്പ്. 2 പാസീവ് MBE എന്ന് വെച്ചാൽ മാനേജേഴ്സ് ഓൺലി ഇൻ്റർവെൻ വെൻ ഡീവിയേഷൻസ് ബിക്കം സിഗ്നിഫിക്കൻ്റ് ഓർ ക്രിട്ടിക്കൽ. ഡീവിയേഷൻസ് വളരെ ഗണ്യമായ ഡീവിയേഷൻ വരുമ്പോൾ മാത്രം ഇടപെടുന്ന ഏർപ്പാടുമുണ്ട്. അതാണ് പാസീവ് MBE എന്ന് പറയുന്നത്. ഫുൾ ടൈം ആക്റ്റീവ് ഇടപെടലില്ലാത്ത രീതിയിൽ. MBE ക്യാൻ ബി ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ച് വെൻ യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ക്ലിയർ ഗോൾസ്. MBE നല്ലതാണ്, വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അത് ഫലപ്രദമാക്കാൻ സാധിക്കും. കൃത്യമായ സ്റ്റാൻഡേർഡുകളും നിയമങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ MBE നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ ഉള്ള ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ MBE ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്? ബിസിനസ് മാനേജ്മെൻറ്റിലെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Leadership style refers to the approach or manner in which a leader influences, motivates and directs their team members to achieve the goals. ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ടീം മെമ്പേഴ്സിനെ ഒരു മാനേജർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരുടെ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു, നയിക്കുന്നു എന്നുള്ളതിൻ്റെ ആ സമീപന രീതിയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ചിലർ വളരെ സ്വേച്ഛാധിപതികളായ നേതാക്കന്മാരെ പോലെ പെരുമാറുന്നത് കാണാറുണ്ട്. അത് ഒരുതരം ഓട്ടോക്രാറ്റിക് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് പറയാം. ചിലർ എല്ലാവരോടും കൂടിയാലോചിച്ച് പാർട്ടിസിപ്പേറ്ററി ടൈപ്പ് ഓഫ് ചെയ്യാറുണ്ട്. ചിലർ ഡെമോക്രാറ്റിക് ആയിട്ട് ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നവരുണ്ട്. സോ ലീഡർഷിപ്പ് സ്റ്റൈലിൽ അവർ തീരുമാനം എടുക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഡിഫറെൻ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ക്യാൻ ഇമ്പാക്റ്റ് എംപ്ലോയി മൊറൈൽ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾക്ക് തീർച്ചയായിട്ടും എംപ്ലോയിയുടെ മൊറൈലിനെയും പ്രൊഡക്ടിവിറ്റിയെയും ജോബ് സാറ്റിസ്ഫാക്ഷനെയും സ്വാഭാവികമായും സ്വാധീനിക്കാൻ കഴിയും. ലീഡർഷിപ്പ് സ്റ്റൈലുകൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഓട്ടോക്രാറ്റിക് അഥവാ ഏകാധിപതികളെ പോലുള്ള ലീഡർമാരുണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ജനാധിപത്യ സ്വഭാവത്തോടു കൂടി ഭൂരിപക്ഷ അഭിപ്രായവും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നവരുണ്ട്, ട്രാൻസ്ഫോർമേഷനുണ്ട്, അതായത് എല്ലാവരുടെ അഭിപ്രായങ്ങളും ചർച്ച ചെയ്യുകയും സ്വന്തം ചിന്താഗതിയും കുറേ കൂടി ഉൾപ്പെടുത്തുകയും എന്നിട്ട് പുതിയ മാറ്റങ്ങൾക്ക് പരിഷ്കാരങ്ങൾക്കൊക്കെ സ്വയം വിധേയമാവുകയും ചെയ്യുന്ന ടൈപ്പ് ലീഡർഷിപ്പുകളുണ്ട്. ലേസിസ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ലീഡർഷിപ്പുണ്ട്, ട്രാൻസാക്ഷണലുണ്ട്, സിറ്റുവേഷണലുണ്ട്, ഇങ്ങനെ പലതരം ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ് സ്റ്റൈലുകളൊക്കെ ഉണ്ട്. ഇഫക്റ്റീവ് ലീഡേഴ്സ് അഡാപ്റ്റ് ദെയർ സ്റ്റൈൽ ടു സ്യൂട്ട് ദ സിറ്റുവേഷൻ. ഫലപ്രദമായ ലീഡർമാർ സാഹചര്യത്തിനനുസരിച്ച് സ്വയം ഇണങ്ങിച്ചേരാൻ പഠിച്ചവരാണ്. ടീമിനോടും ഓർഗനൈസേഷൻ്റെ ഗോളിനോടും ഒക്കെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സാഹചര്യത്തിനനുസരിച്ച് വളരെ ഈസിയായി ഇണങ്ങിച്ചേരാൻ കഴിയുന്നവരാണ് എപ്പോഴും ഫലപ്രദമായ ലീഡർമാർ എന്നാണ് നമുക്ക് അന്തിമമായ ഒരു കൺക്ലൂഷനായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, മോട്ടിവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷനും ഉണ്ട്, അല്ലാതെ മോണിറ്ററിയും ഉണ്ട്, നോൺ ഫിനാൻഷ്യലും ഉണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബോണസ് കൊടുക്കുക, റിവാർഡുകൾ കൊടുക്കുക, പണപരമായ അംഗീകാരങ്ങൾ കൊടുക്കുക, അതൊക്കെ ഫിനാൻഷ്യലാണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രശംസ, അപ്രീസിയേഷൻ ആൻഡ് എംപവർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ജോബ് എൻറിച്ച്മെൻറ്റും ഉണ്ട്, ആഡിങ് വെറൈറ്റി ആൻഡ് ചാലഞ്ച് ടു ജോബ്സ്. ഇതുവരെ ചെയ്ത ജോലിയേക്കാളും കൂടുതൽ വെറൈറ്റി ആയ ജോലികൾ അവരെ ഏൽപ്പിക്കുക, അത് അവരുടെ ഒരു പ്രവർത്തിക്കാനുള്ള കഴിവിനെ അംഗീകരിക്കുന്ന പോലെ ചാലഞ്ചിങ് ജോബ്സ് അവരെ ഏൽപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ്. ഇനി അടുത്തത് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ്മെൻറ്റ് ഒരു പ്രധാനമാണ്. എൻകറേജിങ് എംപ്ലോയി ഇൻപുട്ട് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എംപ്ലോയി ഇൻപുട്ടും ഡിസിഷൻ മേക്കിങ്ങും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് ആണ് പറയുന്നത്. സെറ്റിംഗ് ക്ലിയർ ആൻഡ് അച്ചീവബിൾ ഗോൾസ്, വളരെ ക്ലിയർ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ആൻഡ് കോച്ചിങ്. ഫീഡ്ബാക്കും കോച്ചിങ്ങും
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൊവൈഡിങ് റെഗുലർ ഫീഡ്ബാക്ക് ആൻഡ് ഗൈഡൻസ്, റെഗുലർ ഫീഡ്ബാക്കും ഗൈഡൻസും നൽകുക, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്സ്, അംഗീകാരവും അതുപോലെ തന്നെ റിവാർഡും നൽകുക. റെക്കഗ്നൈസിങ് ആൻഡ് റിവാർഡിങ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, പലപ്പോഴും നല്ല മികച്ച പെർഫോമൻസ് നടത്തുമ്പോൾ അതിനെ അംഗീകരിക്കുക, അതിന് എന്തെങ്കിലുമൊക്കെ റിവാർഡ് നൽകുക എന്നുള്ളത് മോട്ടിവേഷൻ്റെ വേറൊരു സ്റ്റൈലാണ്. ഈ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ക്യാൻ ഇംപ്രൂവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് ജോലിയിൽ നിന്നുള്ള സംതൃപ്തി മെച്ചപ്പെടുത്താൻ സാധിക്കും. ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റിയും അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ പ്രത്യേകതകളാണ്. സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് റിക്രൂട്ട്മെൻറ്റ്, അട്രാക്റ്റിംഗ് ആൻഡ് സെലക്ടിങ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫിങ്ങിനകത്തുണ്ട്. ഏറ്റവും ആദ്യം മാൻ പവർ പ്ലാനിംഗ് ആണ് സ്റ്റാഫിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റും അല്ല, പിന്നെ എന്താണ്, മാൻ പവർ പ്ലാനിംഗ് ആണ്. ആ മാൻ പവർ പ്ലാനിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻ പവർ പ്ലാനിംഗ് എത്ര ആൾക്കാരെ നമുക്ക് അവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ആ എണ്ണവും അവരുടെ ഏതേത് പൊസിഷനും ഏതേത് ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു മുൻധാരണ ഉണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ റിക്രൂട്ട്മെൻറ്റ് അഥവാ പരസ്യം കൊടുക്കൽ, ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പുറം ലോകത്ത് അറിയിക്കുന്ന ഏർപ്പാട്, അല്ലെ അവരെ തൊഴിലന്വേഷകരായി അവരിങ്ങോട്ട് ആകർഷിപ്പിച്ച് എത്തിക്കുന്ന ഏർപ്പാട് ആണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അട്രാക്റ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, ഭാവിയിൽ നമ്മുടെ എംപ്ലോയീസ് ആകാൻ ചാൻസ് ഉള്ളവരെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുക, അതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ അടുത്ത സ്റ്റെപ്പാണ്. ചൂസിങ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ജോബാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. എൻഹാൻസിങ് എംപ്ലോയി സ്കിൽസ് ആൻഡ് നോളജ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഡെവലപ്മെൻ്റ് ആക്കുക. ദെൻ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള കോൺഫറൻസുകളൊക്കെ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. പെർഫോമൻസ് ഇവാലുവേഷൻ, ഓരോരുത്തരുടെയും ജോലിയിലുള്ള ഈ കഴിവും മികവും തിരിച്ചറിയാൻ വേണ്ടി അവരെ ഇവാലുവേറ്റ് ചെയ്യുക, അതായത് മൂല്യനിർണ്ണയം നടത്തുക എന്നുള്ളതാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അസസിങ് എംപ്ലോയി പെർഫോമൻസ്. ഇനി എംപ്ലോയി റിട്ടൻഷൻ, അതായത് എംപ്ലോയീസിനെ എൻഗേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻസെൻറ്റീവ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റെമ്യൂണറേഷൻ, ഇതെല്ലാം കൊടുക്കുന്നതൊക്കെ സ്റ്റാഫിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല നേതാവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിഷനും ക്ലിയർ കട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെയുള്ള ആളായിരിക്കണം ഒരു നല്ല ലീഡർ. ഒരു നല്ല ലീഡർ നയിക്കുന്നയാളാണ് നേതാവെന്ന് പറയുന്നത്. നയിക്കുന്നയാൾക്ക് കാഴ്ചപ്പാട് വേണം, ദീർഘവീക്ഷണം ഉണ്ടാവണം. തൻ്റെ അണികളെ എങ്ങോട്ടേക്ക് ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അയാൾക്ക് വ്യക്തമായ ഒരു ബോധ്യവും ധാരണയും ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, എമ്പതി ഉണ്ടായിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മോട്ടിവേഷനും അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയണം. ഇതെല്ലാം ചേരുമ്പോഴാണ് അപ്പോൾ വിഷൻ, ക്ലിയർ ഡിസിഷൻ ഡയറക്ഷനും പർപ്പസും ഉണ്ടായിരിക്കണം. ഇഫക്റ്റീവ് ലിസണിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എമ്പതി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേറ്റിംഗ് ടു എംപ്ലോയീസ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ് വർത്തിനെസ് ആൻഡ് എത്തിക്സ്, ഡിസിഷൻ മേക്കിംഗ്, എബിലിറ്റി ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ച് മാത്രം തീരുമാനം എടുക്കുന്നതിനാണ് ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്. തീർച്ചയായിട്ടും അതൊരു ക്വാളിറ്റിയാണ് ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ടത്. മോട്ടിവേഷൻ, ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്. തൻ്റെ നേതാവ് പറയുന്നതിനനുസരിച്ച് നേതാവിന് ഒരു എനർജി കുറഞ്ഞു പോയ ആളെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യിച്ച് ഊർജ്ജസ്വലമായ പരിപാടിയിലേക്ക് കൊണ്ടുവരാനുള്ള എബിലിറ്റിയും കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ, അതാണ് അടുത്ത ചോദ്യം. നിയന്ത്രണം, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. 5 ഫംഗ്ഷൻസ് പോസ്റ്റ് കോർപ്പിലെ അല്ലേ CEO. അപ്പോൾ ആ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവിശേഷതയുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തൊഴിലാളിയുടെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈങ് ഡീവിയേഷൻസ്, അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൻ്റെ അത്രയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അപ് ടു ദ സ്റ്റാൻഡേർഡ് അല്ല എന്ന് തിരിച്ചറിയുന്നത്. സോ ആ ഡീവിയേഷൻസ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. നമ്മളുടെ ആ ഡീവിയേഷൻസ് എത്ര സീരിയസ് ആണോ അല്ലെങ്കിൽ മൈനർ ഡീവിയേഷൻസ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻ, തിരുത്താൻ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതായത് ഡീവിയേഷൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഇവാലുവേറ്റിംഗ് ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി എത്രമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുക.
എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുക. ഇത് നിർത്താൻ പാടില്ല. കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റാൻഡേർഡുകൾ വീണ്ടും ചിലപ്പോൾ സ്റ്റാൻഡേർഡുകളുടെ കുഴപ്പമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡുകൾ പുതുക്കി നിശ്ചയിക്കും. നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസ് സ്റ്റാൻഡേർഡ്സ് തൊഴിലാളിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാൻഡേർഡാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് റീതിങ്കിങ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡുകൾ തിരുത്തേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് ടാർഗറ്റ്സ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അസസിങ് എംപ്ലോയി കോൺട്രിബ്യൂഷൻസ് അസസ് ചെയ്യുക, ഐഡൻറ്റിഫൈയിങ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നസ്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസിങ് ഏരിയാസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക, സെറ്റിംഗ് ഗോൾസ് സെറ്റ് ചെയ്യുക, എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് ടാർഗറ്റ്സ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്, നമുക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, ഗിവിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, ഡിറ്റർമൈനിങ് ട്രെയിനിങ് നീഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നിശ്ചയിക്കുക, ഐഡൻറ്റിഫൈയിങ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇതൊക്കെ പെർഫോമൻസ് അപ്രൈസൽ പ്രകടനം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തൊഴിലാളി ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി നമ്മൾ വിചാരിച്ച സ്റ്റാൻഡേർഡിനൊപ്പം ആകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക അയാളുടെ പെർഫോമൻസിനെ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻസിനെ ശരിക്കും നമ്മൾ അസസ് ചെയ്യുക എന്നാണ് അർത്ഥം, മൂല്യനിർണ്ണയം ചെയ്യുക എന്നർത്ഥം. അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈയിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ തൊഴിലാളിയുടെ സ്ട്രെങ്ത്ത്, എന്താണ് അയാളുടെ പോരായ്മ എന്ന് മനസ്സിലാകും. അയാളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയാസ് തിരിച്ചറിയലാണ് ഐഡൻറ്റിഫൈയിങ് ഹിസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അയാൾക്ക് ടാർഗറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും മനസ്സിലാക്കാതെ നമുക്ക് ടാർഗറ്റ് കൊടുക്കാൻ സാധിക്കില്ല. എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് ടാർഗറ്റ്സ്, ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗിവിങ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക എന്നതാണ്. ഡിറ്റർമൈനിങ് ട്രെയിനിങ് നീഡ്സ്, ഐഡൻറ്റിഫൈയിങ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, ട്രെയിനിങ്ങിൻ്റെ ആവശ്യങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്. ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ഹൈറാർക്കി ആൻഡ് റോൾസ്, അതാണ് സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് എന്ന് പറഞ്ഞത്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് ഒരു തട്ടായിട്ടുള്ള ശ്രേണിയൊക്കെ ഉണ്ടാവും. ഓരോ പൊസിഷനും ഡിസൈൻ ചെയ്ത് വെച്ചതായിരിക്കും, പ്രീ ഡിസൈൻഡ് ആയിരിക്കും. അതിനകത്ത് ഓരോരുത്തർക്കുള്ള റോൾസും ഒക്കെ പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഓരോ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ, എന്തൊക്കെയാണ് അവരുടെ അധികാരം, എന്തൊക്കെയാണ് ഉത്തരവാദിത്വം എന്നൊക്കെ പ്രീ ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഒരു ഹൈറാർക്കിക്കൽ മോഡലിലായിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ, ഒഫീഷ്യലായ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കമ്പനിയിൽ തന്നെ തൊഴിലാളികളെല്ലാം കൂടി ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്നു, അവർ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടാക്കുന്നു. ഇത് കമ്പനി പറഞ്ഞിട്ടല്ല, പക്ഷേ അവർ ആ കമ്പനിയുടെ ഉള്ളിൽ ഇൻഫോർമൽ ഓർഗനൈസേഷനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് അവരുടെ പേഴ്സണലായിട്ടുള്ള കലാപരമായിട്ടുള്ള സ്പോർട്സ് പരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സ്വയം ഉണ്ടാക്കിയതാണ്. ഇതൊരിക്കലും മുകളിൽ നിന്നുള്ള അതോറിറ്റീസിൻ്റെ ഇടപെടൽ, ബിസിനസ് കമ്പനിയുടെ അതോറിറ്റീസിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായതല്ല, അത് ഇൻഫോർമലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഒഫീഷ്യലായിരിക്കും. ഫോർമൽ ഹൈറാർക്കിയുടെ ചാനലുകളിലൂടെ ആയിരിക്കും അത് നടക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ കാര്യം പറയാൻ. ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക. എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് ആണ്, സ്പോണ്ടേനിയസ് ആണ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസിലൂടെ മാത്രമാണ് അത് എടുക്കാൻ കഴിയുക ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഫുട്ബോൾ ക്ലബ്ബ് അവരുണ്ടാക്കി, തൊഴിലാളികൾ അവർ തമ്മിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള, ചിലപ്പോൾ അവിടുത്തെ സീനിയർ മാനേജർ ആയിരിക്കും ഗോളിയായിട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ അവിടുത്തെ പ്യൂണായിരിക്കും ചിലപ്പോൾ ഫുട്ബോളിൽ ഏറ്റവും വലിയ ഗോളടിക്കുന്ന പ്രധാന താരം. അപ്പോൾ അവിടെ ഹൈറാർക്കിക്ക് ഒരു സ്ഥാനവും ഇല്ല. അവിടെ ഞാൻ പറഞ്ഞ ഇൻഫോർമലാണ് അവിടെ. എന്നാൽ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായി. അവിടെ ഒഫീഷ്യലായ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പാടുള്ളൂ. എന്നാൽ ഗ്രൗണ്ടിൽ വരുമ്പോൾ അവർ തമ്മിൽ ഈ അൺഒഫീഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കും. അപ്പോൾ അതാണ് ഇൻഫോർമൽ ചാനലുകൾ. ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത അറിയാലോ, ഗ്രേപ്പ് വൈൻ എന്നാണ് പറയുന്നത്.
ഇനി സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? പേഴ്സണൽ കണക്ഷൻസിനനുസരിച്ചായിരിക്കും. അല്ലാണ്ട് ഫോർമൽ ഓർഗനൈസേഷനിലെ പോലെ ഒരാൾ അയാളുടെ തൊട്ട് ഇമ്മീഡിയറ്റ് സീനിയറോട് സംസാരിക്കുക, അല്ലെങ്കിൽ അയാളുടെ തൊട്ട് താഴെയുള്ള ജൂനിയറോട് സംസാരിക്കുക, സബോർഡിനേറ്റോട് സംസാരിക്കുക, ആ രീതിയിലല്ല. മറിച്ച് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ആർക്ക് ആരോടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പുള്ള അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത്ര തന്നെ. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഹൈറാർക്കികൾ ഉണ്ടെങ്കിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെ തട്ടുതട്ടായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 28 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി 29 മുതൽ ഇനിയും ചോദ്യങ്ങൾ തുടരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.